എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ആരാധകർ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുകയാണ്. T20 പരമ്പര മോഹവുമായി ഇറങ്ങിയ ഇന്ത്യയെ മൂന്നാം T20യിൽ 26 റൺസിന് ഇംഗ്ലണ്ട് തോൽപ്പിച്ചു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പര അവർ 1-2 എത്തിക്കുകയും ചെയ്തു. പൂനെയിൽ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന അടുത്ത മത്സരവും ജയിക്കാനായാൽ ഇംഗ്ലണ്ടിന് 2-2 ഒപ്പമെത്താം. ബാറ്റിംഗ് നിര ദയനീയമായി പരാജയപ്പെട്ടതാണ് മൂന്നാം T20യിൽ ഇന്ത്യയെ തോൽവിയിലേക്ക് തള്ളിയിട്ടത്. 172 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യക്കു ഇംഗ്ലണ്ട് നൽകിയത്. പക്ഷേ 145 റൺസ് മാത്രമെടുത്ത് ഇന്ത്യ മത്സരം അടിയറവയ്ക്കുകയായിരുന്നു. ഒരാൾക്കു പോലും ബാറ്റിംഗ് ലൈനപ്പിൽ 50 കുറിക്കാനായില്ല. നായകൻ സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ തുടങ്ങിയ ഇന്ത്യൻ ടോപ്പ് ഫോമിലുള്ളവരെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ ഈ കളിയിൽ ഇന്ത്യയുടെ യഥാർത്ഥ വില്ലൻ ഇവരൊന്നുമല്ല. ടീം തോൽക്കാനുള്ള യഥാർത്ഥ കാരണക്കാരൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. 40 റൺസുമായി അദ്ദേഹം ടീമിന്റെ ടോപ്പ് സ്കോറായെന്നത് ശരി തന്നെ. പക്ഷേ വില്ലനും ഹാർദിക് തന്നെയാണ്. കാരണം പാണ്ഡ്യ യഥാർത്ഥത്തിൽ T20 അതോ ടെസ്റ്റാണോ യഥാർത്ഥത്തിൽ കളിച്ചതെന്നോ ആരുമൊന്ന് സംശയിച്ചു പോകും. അത്രമാത്രം സ്ലോ ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇംഗ്ലീഷ് ബൌളർമാർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബൌൾ ചെയ്തത്. പക്ഷേ എന്തുതന്നെയാണെങ്കിലും ഒരു T20 മത്സരത്തിൽ 35 ബോളിൽ 40 റൺസ് നേടുകയെന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വെറും 2 സിക്സറും ഒരു 4ഉം മാത്രമാണ് ഹാർദിക്കിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. സ്ട്രൈക്ക് റേറ്റ് 114.29 മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ലോ ഇന്നിംഗ്സ് കാരണം ക്രീസിന്റെ മറുഭാഗത്തുള്ള ബാറ്റർമാരും സമ്മർദ്ദത്തിലാവുകയും കൂടുതൽ റിസ്കുകളെടുക്കാൻ ശ്രമിച്ച് അവർ വിക്കറ്റ് കൈവിടുകയുമായിരുന്നു. പവർ പ്ലേ അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ ഹാർദിക് പാണ്ഡ്യ 4ാം നമ്പറിൽ ക്രീസിലെത്തിയിരുന്നു. 6ാമത്തെ ഓവറിലെ ആദ്യ ബോളിൽ നായകൻ സൂര്യകുമാർ യാദവിനെ മാർക്ക്വുഡ് പുറത്താക്കിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ വരവ്. 4 ബോളിൽ 4 റൺസുമായി തിലക് വർമ്മയാണ് ക്രീസിന്റെ മറുവശത്തുണ്ടായിരുന്നത്. ആദ്യത്തെ 12 ബോളുകൾ നേരിട്ടു കഴിഞ്ഞപ്പോഴും ഹാർദിക്കിന് നേടാനായത് വെറും 8 റൺസ് മാത്രം. ഇതിനിടെ തിലക് പുറത്താവുകയും ചെയ്തു. 172 റൺസ് പോലെയൊരു വലിയൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ പരമാവധി 10-15 ബോളിനുള്ളിൽ തന്നെ ക്രീസിൽ നിലയുറപ്പിച്ച് അഗ്രസീവ് ഷോട്ടുകൾ കളിക്കാൻ ഏതൊരു ബാറ്റും ശ്രമിച്ചേ തീരൂ. പക്ഷേ ഹാർദിക്കിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു സമീപനമല്ല കണ്ടത്. വലിയ ഷോട്ടുകൾ കളിക്കാനായില്ലെന്നു മാത്രമല്ല പലപ്പോഴും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും താരം പാടുപെടുന്നത് ദയനീയ കാഴ്ചയായിരുന്നു. പല ഓവറുകളിലും 3-4 ഡോട്ട് ബോളുകളും ഹാർദിക് കളിച്ചുകൊണ്ടിരുന്നു. ഇതോടെ ജയിക്കാനാവശ്യമായ റൺറേറ്റും ഉയർന്നുകൊണ്ടിരുന്നു. ഇതാണ് മൂന്നാം T20 ഇന്ത്യ തോൽക്കാൻ കാരണമായത് എന്നാണ് ആരാധകർ പറയുന്നത്. ഡ്രസ്സിംഗ് റൂമിലും ഇതിനെ ചൊല്ലി വഴക്കുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.